തൻവിക്ക് എന്തോ പറയാനുണ്ട്. അതായത് അഹാന കൃഷ്ണ വന്ന് വെളുപ്പിച്ചല്ലോ, ആ വെളുപ്പിക്കലിലൊന്നും വെളുക്കില്ല എന്നും അമ്മമ്മയെ അവർ വിളിച്ചത് വളരെ മോശപ്പെട്ട വാക്കുകളാണ് എന്നാണ് പറയുന്നത്. അമ്മമ്മ തന്നെ രംഗത്തും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കാണാല്ലേ. എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്നാണ് അഹാനയുടെ ചോദ്യം കേട്ട. ഇത് സമൂഹത്തിന് എന്ത് ഗുണം ചെയ്യും എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഗുണം ചെയ്യും. അമ്മൂമ്മമാരോട് എങ്ങനെ പെരുമാറാതിരിക്കാം, അതുപോലെ തന്നെ മക്കളോട് എങ്ങനെ പെരുമാറാതിരിക്കാം. നല്ല ഗുണപാഠമല്ലേ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലക്ഷക്കണക്കിന് വ്യൂ ഒക്കെ ഉള്ള ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നതല്ലേ. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാ അത് മറച്ചു വെക്കുന്നല്ലേ. കാണാം. അമ്മൂമ്മയും അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു, അവർ നോക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു ഓക്കെ എങ്കിൽ നിങ്ങൾ നോക്കണ്ട, എന്നെ നോക്കിയവരല്ലേ ഞാൻ വന്ന് നോക്കിക്കോളാം. ഇത്രയും നടന്നുള്ള സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മാലാകാളെന്നും അതെല്ലാം ഇല്ലെന്ന് പറയുന്ന ആള് ആദ്യം അവർ ചെയ്ത ചാറ്റും കാര്യങ്ങളും മറക്കാതെ എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ആദ്യം അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച് ബിച്ച് കുഞ്ഞിനീച്ച്. എന്റെ പൊന്നെ, എന്തൊക്കെയാ കേട്ടോണ്ടിരിക്കുന്നേ. അല്ല, ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ അമ്മച്ചിമാരും എല്ലാ അമ്മൂമ്മമാരും ഒരുപോലെ അല്ല എന്നുള്ളത്. ചില ആളുകൾ ഒരു ചൊറിയൻ സ്വഭാവം ഉണ്ട് എന്നുള്ളത്. ഇവിടെ എന്താണ് സ്വഭാവം എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതായത് വെളുപ്പിക്കാൻ വന്നതാണോ കറുപ്പിക്കാൻ വന്നതാണോ എന്ന് എനിക്കറിയില്ല. അഹാന കൃഷ്ണ ചെയ്ത വീഡിയോക്ക് ഒരു മറുപടി കൊടുക്കുന്ന രീതിയിലാണല്ലോ ഇപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇവർ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മൂമ്മ കുറച്ച് പ്രശ്നമാണെന്നുള്ളത്, അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. എന്നിട്ടും തൻവി എന്തുകൊണ്ട് അമ്മൂമ്മയുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അവരുടെ അമ്മ അവരെ ഒഴിവാക്കിപ്പോയി, അവർ വേറെ വിവാഹം കഴിച്ചു പോയി. ഈ മകളെ അന്ന് മുതൽ നോക്കിയിട്ടുള്ളത് ഈ അമ്മൂമ്മയും ഈ അപ്പൂപ്പനും ചേർന്നിട്ടാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരോടാണ് സ്നേഹം മുഴുവനുള്ളത്. അതിനർത്ഥം സിന്ധു കൃഷ്ണയോട് ഇവർക്ക് വിരോധമുണ്ട് എന്നല്ല അർത്ഥം. പക്ഷേ അവരൊരു വീഡിയോ ഇട്ടത് വലിയ പ്രശ്നമായി എന്നുള്ളതാണ്. ആ വീഡിയോ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അമ്മൂമ്മക്ക് ആരുമില്ല, അമ്മൂമ്മയെ നോക്കാൻ ആരും വരുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ഡയലോഗ് അടിക്കുമ്പോൾ തീർച്ചയായിട്ടും സിന്ധു കൃഷ്ണയിലേക്ക് അത് തിരിയില്ലേ. അപ്പൊ അഹാന വന്ന് കുറച്ച് സത്യങ്ങൾ പറഞ്ഞു. പക്ഷെ അഹാനയും അത്രക്ക് വെടുപ്പല്ല എന്നാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരെ വീഡിയോയിലോട്ട് കിടക്കട്ടാ, അധികം സംസാരിക്കുന്നില്ല. പറഞ്ഞോ. എൻ്റെ മക്കൾ എന്നെ അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല, ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ, നീ ഇഞ്ഞു. പക്ഷേ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? എല്ലാവരും കാര്യം ചോദിച്ചോട്ടെ. അമ്മൂമ്മക്ക് നല്ല മറവിയാണെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞത് ഞാൻ 2 വീഡിയോയിൽ കേട്ടു. ഈ അമ്മൂമ്മ പറഞ്ഞൊക്കെ നമ്മളെങ്ങനെ വിശ്വസിക്കുക? 3 വർഷം മുമ്പ് വരെ നോക്കിയിരുന്നു എന്നാ പറയുന്നത്. 3 വർഷം മുമ്പ് വരെ നോക്കിയിരുന്നു. അതിനിടയിൽ എന്തൊക്കെയോ ഊളത്തരം പറഞ്ഞു, വൃത്തികേട് പറഞ്ഞ് സഹിക്കാൻ പറ്റാതെ ഫാമിലിയെ മൊത്തം അടിച്ചാക്ഷേപിച്ചു എന്നാണ് അവര് പറയുന്നത് കേട്ടോ. നമ്മളത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അഹാന പറഞ്ഞത് വേണമെങ്കിൽ പേഴ്സണൽ ആയിട്ട് വരികയാണെങ്കിൽ കാണിച്ചു തരാം, അത് കേൾപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ഇവര് കുറെ കാര്യങ്ങൾ പുറത്തു വിടുന്നുണ്ട്, അതാണ് കേൾക്കേണ്ടത്. അമ്മു എന്നെ എടി അവളെ ഇവളെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. എടാ മോനെ, എന്താടാ നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു? അതായത് അമ്മയുടെ അമ്മയെ ഇത്ര റെസ്പെക്ട്ഫുള്ളി ആണോ നിങ്ങൾ സംസാരിക്കാറ്? ഞാൻ വിചാരിച്ചത് അമ്മൂമ്മ തെറി വിളിച്ചപ്പോ നിങ്ങൾ ഒഴിവാക്കി പോയെന്നുള്ളതാ. അതിനപ്പുറത്തേക്ക് പ്രായത്തിൽ മൂത്ത ഒരാളല്ലേ, അതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അമ്മ. ഇവരില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അമ്മയും ഇല്ല, നിങ്ങളും ഇല്ല. അത് മനസ്സിലാക്കണം കേട്ടാ. വളരെ മോശമായി പോയി അഹാന, വളരെ മോശമായി. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ പിന്നെ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇതുണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള
കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. എനിക്കിതൊന്നും അറിഞ്ഞൂടാത്തോണ്ട് എനിക്ക് അവർ അയക്കണേന് അവര് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നതേ ഇല്ല. അപ്പൊ അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ലെന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞു. മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളി നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ തെറിയും പറഞ്ഞുകൊണ്ട് പോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. എനിക്ക് അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? ഒരു കാര്യം പറയട്ടെ, ഇവരിപ്പോ അഹാന കൃഷ്ണ എന്നെ എടി പൊടി നിന്നെ അത് എന്നൊക്കെ വിളിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ഇവരങ്ങോട്ട് വിളിച്ച തെറി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ. അത് എത്രത്തോളം ഭീകരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അഹാന ചെയ്തത് വളരെ വളരെ ഊളത്തരം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അവരുടെ അമ്മ പ്രായമായി വരികയാണ്, ഒരേ ജീനല്ലേ, അവരുടെ സ്വഭാവത്തിൽ ഇത് കയറി വന്നാൽ എന്ത് ചെയ്യും? പ്രായമായി കഴിഞ്ഞാൽ വല്ല അസുഖം വന്ന് ഈ രീതിയിലായി കഴിഞ്ഞാൽ നിങ്ങൾ അതേ രീതിയിൽ തന്നെ പെരുമാറുമോ? ഒരു വലിയ ചോദ്യം അവിടെ ചോദിക്കാനുണ്ട്. ഇവരങ്ങോട്ട് തെറി വിളിച്ചെങ്കിൽ നിങ്ങൾ ബ്ലോക്കാക്കി പോവാണെന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോ ഓക്കെ, അതും കുറെ ആളുകൾക്ക് അയച്ചു കൊടുത്തു, കുടുംബ ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് ഓക്കെ. പക്ഷെ നിങ്ങൾ ഇവരെ നേരിട്ട് വിളിച്ചിട്ട് ഡി പൊടി എന്നൊക്കെ വിളിച്ചെന്നൊക്കെ പറയുമ്പോ അയ്യയ്യോ, ഇതാണോ കെ ഫാമിലി എന്ന ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ വീഡിയോ 25 ലക്ഷം ആൾക്കാരൊക്കെ കണ്ടില്ലേ നിങ്ങളുടെ? അത്രയും ആളുകൾ വന്ന് സപ്പോർട്ടും ചെയ്തു നിങ്ങളെ. പക്ഷെ ആ കുടുംബത്തില് ഇവള് മാത്രമാണ് ഇങ്ങനെ പെരുമാറുന്നാ പറയുന്നേ. കൊള്ളാം, എന്തായാലും കൊള്ളാം, അടിപൊളി. ഒരു നടക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടാ. സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് അവര് പറയുന്നത്. അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എന്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എന്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കല്യാണത്തിന് പോലും ആ 4 സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയും അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എന്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലും. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. എന്താടത്? എന്തൊക്കെയാടാ ഇവര് സത്യം പറഞ്ഞാൽ ഇത്ര കച്ചറയായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇമാതിരി കച്ചറ ടീമോ? ഇതിലും എത്ര ബെറ്റർ ആയിരിക്കും ഇവിടെയുള്ള സാധാരണ മിഡിൽ ക്ലാസ് ടീം അല്ലെ, മിഡിൽ ക്ലാസ് ഫാമിലി ഒക്കെ. ഇമാതിരി ടീംസ് കൊള്ളാം, എന്തായാലും കൊള്ളാം. പിന്നെ സിമി എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഈ തൻവിയുടെ അമ്മ, ഇവര് സത്യത്തിൽ നല്ല പണി കൊടുത്തിട്ടാണ് ഇവർക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അവരുടെ സ്വത്തടക്കം, അതായത് ബാംഗ്ലൂരിലുള്ള സ്വത്തോ അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ അവർ എഴുതി വാങ്ങിയിട്ടാണ് പോയിട്ടുള്ളത്. എന്നിട്ടും തൻവിയെ നോക്കിയിട്ടില്ല. പിന്നെ തൻവി പുണ്യാളത്തിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടാ. അവരാദ്യമായി ഒരു വീഡിയോ ചെയ്തു, ആ വീഡിയോക്ക് ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ അഹാന തന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ തന്നെ ഓരോന്ന് കൊണ്ടുവരുന്നു. ഇവരാണ് ഇതിന് തുടക്കം കുറിച്ചെന്നുള്ള ഒരു ബോധം അവർക്ക് ഇപ്പോഴും ഇല്ല. പക്ഷെ അവരവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു നാരദപ്പണി എടുക്കുന്ന പോലെ എനിക്ക് തോന്നി എന്നുള്ളതാണ്. അഹാന പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അമ്മമ്മ വിളിച്ച് പറഞ്ഞ തെറിയൊക്കെ അവർ ഇട്ട് കൊടുത്തു. അതൊക്കെ തൻവി കണ്ടു. തൻവി എന്നിട്ടും നമ്മളെ കൂടെ നിന്നില്ല എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ.
ഇതേ സംഭവങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു നാരദൻ എന്ന രീതിയിൽ അമ്മൂമ്മക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നിരുന്നത്രേ. കൊള്ളാം. ആന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് എല്ലാം അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ. എന്നാ അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? കല്യാണം ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരുന്നത്. കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി, ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു തന്നെ വിളിച്ചു പറഞ്ഞു. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കില്ല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കില്ല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ എന്ന് ഞാൻ കരഞ്ഞ് കാലിൽ വീണ് മാപ്പ് പറഞ്ഞാൽ അത്ര കല്യാണത്തിന് വരാൻ പാടുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്ന ഫാമിലിയെ ഒന്നടങ്ക ആവൂല വിളിച്ചിട്ടുണ്ടാവും. തെറി വിളിച്ചത് അഹാനയെ കുറിച്ചിട്ടാവും. കാരണം അഹാനയെ കുറിച്ച് മാത്രമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. ബാക്കിയുള്ള ആളുകളെ കുറിച്ചിട്ട് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അതെന്തായാലും ഗുട്ടൻസ് മനസ്സിലാവില്ല. സിന്ധു കൃഷ്ണയെ പോലും ഇവർ ഒരു മോശപ്പെട്ട കാര്യം പറയുന്നില്ല. 3 വർഷം മുൻപ് വരെ നോക്കിയിരുന്നു എന്നൊരു കാര്യമാണ് പറയുന്നത്. സത്യം പറയട്ടെ, നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് ഒന്നുമല്ല കേട്ടോ അകത്ത് നടക്കുന്നത്. നമ്മൾ റീലിൽ കാണുന്നത് ഒന്നുമല്ല കേട്ടോ റിയാലിറ്റി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പക്ഷെ ഇതിനൊരു എക്സ്പ്ലനേഷൻ മറ്റൊരു കൊണ്ടുവരാതിരിക്കില്ല. ഞങ്ങൾ നിർത്തി, ഇനി ചെയ്യില്ല എന്ന് പറയാം, ഇനി കഴിയില്ല. കാരണം അമ്മാതിരി കാര്യങ്ങളാണ് ഇപ്പോ അമ്മൂമ്മ വിളിച്ച് പറയുന്നത്. കൊള്ളാം. ഞാൻ മറുപടിയും പറഞ്ഞു. പിന്നെ അമ്മൂമ്മ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു എന്തോന്ന് അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ പിന്നെ സഞ്ചാന്യത്തിൻ്റെ അന്ന് പിന്നെ ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്കിഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുരിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവളങ്ങെടുത്ത്. അവളെപ്പോഴോ എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുരിദാർ തച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തുകൊണ്ട് പോയി അവളിടണം. എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തുകൊണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ കണ്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു. ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കണ തുണിയില്ല. എന്നിട്ട് ആ ഹോം നഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുരിദാറുകൾ എടുത്ത് തേക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കണത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവനെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞ്. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണി എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മമ്മയ്ക്ക് തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്നും പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ സിന്ധു കൃഷ്ണയ്ക്കുള്ള ഒരു അലിഗേഷൻ അത് തുണി പോലും കൊടുത്തില്ല, അതായത് വാങ്ങിക്കൊടുത്ത വസ്ത്രം പോലും അവർ തിരിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചു സിന്ധു കൃഷ്ണ രക്ഷപ്പെട്ടു എന്ന്. പക്ഷെ സിന്ധു കൃഷ്ണയും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാത്തിനും പിന്നിൽ തൻവി ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം ഇടക്കിടക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നത് തൻവിയാണ്. അത് പറയൂ, ഇത് പറയൂ. കൊള്ളാം. അവസാനം ആരെ ഡ്രസ്സ് വാങ്ങി തന്നത്? തൻവിയാണ്. നന്മമരം തൻവി. ഒക്കെ കണക്കാണ് കേട്ടോ, ഒക്കെ കണക്കാ. സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് കൊട്ടു. എന്നിട്ട് ഇത് എയറി കയറാൻ വേണ്ടി തന്നെ, വേറെ ഒന്നുമില്ല. എയറി കയറി അത്യാവശ്യം നല്ല റീച്ച് വരും, വേറെ ഒന്നുമില്ല. എന്നിട്ട് ഇത് റിയാക്ട് ചെയ്യുന്ന ആളുകൾക്ക് കുറ്റം മൊത്തം. കൊള്ളാം. നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന അതേ പരിപാടി തന്നെ നമ്മളും ചെയ്തത്, വേറെ ഒന്നുമില്ല. എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല,
അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല, അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുക ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും പഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ കൊടുത്ത, അവർ കഷ്ടപ്പെട്ട് ഇവരെന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ലേ? എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവർ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് നടക്കണം. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞു. അമ്മയുടെ ചെലവിന് ഇപ്പം ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോൻ, കാരണം ഞാൻ ഇട്ടയക്കുന്ന പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാത്ത അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവർ പറയും അവിടെയാണെന്ന്. അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വെക്കുന്നു. പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ, അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഒഴിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും രണ്ടുപേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെയും സിമിയുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യും മോന്. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെയല്ലേ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 10-15 രൂപ, ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം, എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങി. അമ്മമ്മക്ക് അറിയല്ലേ അമ്മമ്മക്ക് അറിയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അഭിനയാണെന്ന്. അഭിനയാണെന്നൊന്നും ഞങ്ങൾ വിചാരിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് പിന്നിൽ നിന്ന് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ചോദിച്ച് ഇത് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞു തീർക്കേണ്ട വിഷയം സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് സ്വന്തം പല്ലിയുടെ കുത്തി മണക്കുകയാണ്. ഇപ്പോൾ തൻവിക്ക് ഇത് പോസിറ്റീവ് ആവും തോന്നുന്നു, നെഗറ്റീവ് ആവും, നാരദ സ്വഭാവമായിട്ട് എടുത്തു എന്ന് ആൾക്കാർ പറയുന്നുള്ളതാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്ത് ഉണ്ടൊക്കെയാ വന്ന് കൊട്ടുന്നത്. കുറെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, തിന്നതും തുപ്പിയതും തൂറിയതൊക്കെ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് നാണക്കേട്. അതായത് ആ വീട്ടിൽ നടക്കുന്ന ഒരു ഉറുമ്പ് അടുക്കളയിൽ കൂടെ പോയാൽ പോലും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സിന്ധു കൃഷ്ണ ഇവരെ നോക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ എന്തോ വിഷയത്തിന്റെ പുറത്ത് അവർ ഒഴിവാക്കി പോയിട്ടുണ്ട്. പിന്നെ അഹാന കൃഷ്ണയൊക്കെ എന്തൊക്കെ വൃത്തികേട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരാളെ ഭാഗത്ത് ന്യായമില്ല എന്നുള്ളതാണ്. അത്ര എനിക്കിത് കണ്ടിട്ട് പറയാനുള്ളൂ. അല്ലാതെ ഒരാൾ ഇതിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു കാര്യം ഈ വിഷയത്തിലില്ല മക്കളെ, ഈ വിഷയത്തിലില്ല. ബാക്കി കേൾക്കാം. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ലെന്ന് എനിക്കിപ്പോഴും നടു സീനാണ്. അപ്പോൾ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഞാൻ 1-ാം തീയതി പോകുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മൂമ്മ ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടി വന്നത്. എനിക്ക് ഈ ജൂൺ സമയത്ത് വരാൻ സത്യം പറഞ്ഞാൽ ഒരു ജൂലൈ പകുതിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ ഹോളിഡേന് വരായിരുന്നത്. കാരണം ലിയൻ്റെ സ്കൂൾ നഷ്ടപ്പെടുത്തി എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവനാണെങ്കിൽ ലാംഗ്വേജും പ്രശ്നമാണ്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ. ഇപ്പോൾ കുറച്ച് മലയാളം കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ ഇവനെ ഇന്റർനാഷണൽ സ്കൂളിൽ ചേർത്ത്, അതേ ഉള്ളൂ വരി. ഇന്റർനാഷണൽ സ്കൂളിൽ ചേർക്കുമ്പോൾ അതിൻ്റെതായ എക്സ്പെൻസസും കാര്യങ്ങളും കാണും. ഓക്കെ, അപ്പോൾ വെറുതെ ഒരു രസത്തിന് എടുത്ത വീഡിയോ ആണെന്നാ പറയുന്നത്. പക്ഷെ അഹാന കൃഷ്ണയും ഫാമിലിയും അത് നെഗറ്റീവായിട്ട് സ്വയമായിട്ട് ഏറ്റെടുത്തെന്നാ പറയുന്നത്. നിങ്ങളാണ് തിരി കൊളത്തിയിട്ടുള്ളത്. അത് കിടന്ന് പൊട്ടുന്നതും നിങ്ങളുടെ മുന്നിൽ കിടന്നുകൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. നിങ്ങളുടെ മൊത്തം ഫാമിലി എത്ര അടിപൊളിയാണ് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലായി. അമ്മൂമ്മ പറയുന്നതിൽ ഒരുപാട് നുണയുണ്ടാവും, ഒരുപാട് സത്യം ഉണ്ടാവും. പക്ഷെ ജനങ്ങൾ ഇതിൽ ഏതെടുക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ ആ നുണയുടെ കൂടെ പോകും, ചിലപ്പോൾ ആ സത്യത്തിന്റെ കൂടെ പോകും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് തൻവി മോളെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിടരുത്. നിങ്ങളെ ഇപ്പൊ ആളുകൾ കാണുന്നത് നാരദൻ എന്ന ഒരു മുഖം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. കാരണം നിങ്ങൾ കുത്തിയാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ കെ ഫാമിലിയുടെ കൂടെ എല്ലാവരും സപ്പോർട്ട് പൊക്കോളൂ. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നോളൂ. നിങ്ങളൊന്നും വരില്ല എന്ന് എനിക്കറിയാം. കാരണം എന്നും എല്ലാവർക്കും ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിന്നതും തുപ്പിയതും തൂറിയതും ഒക്കെ ഇടുന്ന ആളുകളെ കൂടെ പോകണം. ഫാമിലി വ്ളോഗേഴ്സ് വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.